മനസ്സിലാവില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ആ ഇറങ്ങിപ്പോയ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന്റെ വില, മഹത്വം. പണം പെരുകി പെരുകി ചുറ്റിലും പ്രളയം പോലെ നിറയുന്ന പണം, അത് കൊടുത്താൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ. അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത് കിടത്തിയ വയറ്റാട്ടിക്ക് ടിപ്സ് കൊടുത്തു തുടങ്ങിയ പണക്കൊഴുപ്പിന്റെ ഹുങ്ക് നാളെ അമ്മയ്ക്ക് കൊടുക്കും. 10 മാസം ചുമന്ന ഗർഭപാത്രത്തിന്റെ വാടക. നോട്ടുകെട്ടുകൾക്ക് കടലാസിന്റെ പോലും വിലയില്ലാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാവും. അന്നേ അറിയൂ. നോ. ഗോവിന്ദൻകുട്ടി പാലക്കാട് കൊണ്ടുവിടും. ആ വഴി തിരിച്ചു പോയിക്കണം 3. എപ്പ തിരിച്ചു പോകണമെന്ന് ഞങ്ങൾക്കറിയാം. ഇയാളാരാ? ഞാൻ ആരാണെന്ന് അറിയണം. അല്ലടാ പന്നെ കഴിവറ ചവിട്ടി എന്തായി കാണിക്കുന്നത്? നന്ദന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഒറ്റ കൺസിഡറേഷൻ കൊണ്ടാണ്ടാ നിന്നെ ജീവനോടെ വിടുന്ന. കേരള വണ്ടിയില് ഞങ്ങൾക്ക് നന്ദനെ കാണണം. അല്ല താൻ പറയുന്ന കേട്ട് നീ ഒരു പുല്ലിനെ കാണാൻ പോകുന്നില്ല. പോകാൻ പറഞ്ഞാ പൊയ്ക്കണം. ഇല്ലേ 3 പെട്ടി പാക്ക് ചെയ്യും ഞാൻ. പോടാ ഗോവിന്ദൻകുട്ടി. വണ്ടി കയറണം. കുത്തി പണ്ട ഞാൻ എടുക്കും. വണ്ടി കയറണം. തമ്പ്രാനോടെ കളി. കയറണം വണ്ടി. എന്താ പൊട്ട നോക്കണം. അവരെവിടെ? പറയാം. എടാ അവന്മാരെവിടെയെന്ന്? അവര് പോയി. വാട്ട് യു മീൻ? ഞാൻ അവരെ പറഞ്ഞയച്ചു. അത് ശരിയാവില്ല നന്ദൻ. നിനക്കെങ്ങനെ പറഞ്ഞയക്കാനാവും? അവരെന്റെ ഗസ്റ്റാണ്, മൈ ക്ലോസ് ഫ്രണ്ട്സ്. അതിലേറെ നമ്പർ 1 എരപ്പാളികളും. ഇനി അവരിവിടെ നിന്നാൽ ഇനി വേറെ തന്തയില്ലായ്മ കാണിച്ചാൽ എന്റെ കൺട്രോൾ തെറ്റും. നീ എന്നെയാണ് ഇൻസൾട്ട് നോക്ക് ചെയ്യുന്നത്. നന്ദൻ, ഇതൊരു ഗ്രാമമാണ്. വളരെ ഫ്രജൈലായ ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അവരെ വേദനിപ്പിക്കുന്ന പാപമാണ്. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അനുവദിക്കില്ല. അപ്പൊ നീ എന്റെ മുമ്പിലും തമ്പരം കളിച്ചു തുടങ്ങിയോ? നിനക്ക് ഇവിടുത്തെ മനുഷ്യരോടുള്ള താല്പര്യം പോലെ തന്നെയാണ് എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടും ഉള്ളത്. അവരോട് പോയി അവരെ തിരിച്ചുകൊണ്ട് വരണം. വേണ്ട, അത് ഞാനാ തീരുമാനിക്കുന്നത്. നിനക്ക് ഇത്ര ചൊറിയാൻ മാത്രം എന്താ ഉണ്ടായേ? അവരാ പെൺകുട്ടി എടുത്ത് എന്തോ തമാശ കാട്ടി, അതാണോ? നീ ഇത്ര പൊസസീവ് ആവുന്ന എന്തിനാ? അവൾ ആരാ നിന്റെ? നീ കീപ്പ് ചെയ്യുന്ന ഒരു പെണ്ണ്, അത്രയല്ലോ. നിർത്ത്. വെറുതെ എന്റെ ടെമ്പർ തെറ്റിക്കരുത്. ആവശ്യത്തിലേറെ പ്രോബ്ലംസ് എനിക്കുണ്ട്. അതെനിക്കറിയണ്ട. അവരോട് പോയിന്ന് പറ. നിന്റെ ആത്മമിത്രങ്ങൾ കെട്ടിയെടുത്തു. ഇനി നീ പോയി വിളിച്ചാൽ അവന്മാര് വരില്ല. അടിച്ച അവന്മാരെ കാലൊടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ. വേണേ പോയി വിളിക്കും. പാലക്കാട് വല്ല ഹോട്ടലിൽ കണ്ടു പോയി വിളിക്കപ്പോ. നന്ദ ഒഴിച്ചോളൂ. മതി. നല്ല ചൂടും കിട്ടോ. എത്ര ദിവസമായി ഒന്നും ഉണ്ടിട്ട്. ഇനി എനിക്ക് പേടിയൊന്നുമില്ല. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായേ. ഇനി പൂജ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. തിരുമേനി മാപ്പാക്കണം. ഞങ്ങൾ കുറച്ച് അപമര്യാദയായിട്ട് പെരുമാറിയോ? സംശയിക്കണ്ട. സാമാന്യം നല്ല രീതിയിൽ തന്നെ പെരുമാറിയേ. ഞാൻ മെന്റലാണെന്ന് തോന്നണ്ടായോ? ഒരിക്കലും ഇല്ല. അത് തനിക്ക് വിവരമില്ലാഞ്ഞിട്ടാ. അത് ബുദ്ധിമുട്ടൊക്കെ തോന്നു. അന്നാ അങ്ങനെയല്ല കേട്ടോ. എന്തായി കളിക്കുന്നത്? അവിടുന്ന് പൊക്കിട്ട് വരാ. ഇവിടുന്ന് പൊക്കിയെടുത്തിട്ട് പോവാ. എന്നെ വിടുക. പോയി. നാളെ ഉത്സവമാണ് പിള്ളേ. തമ്പുരാനോട് ഇനി എന്ത് പറയും? എന്റെ വൈക്കത്തപ്പ പിള്ളേ. നാളെയാണ് ഉത്സവം. അതിനു മുമ്പ് ഇങ്ങനെ ഒരു പരീക്ഷണം കൂടി കാണുമെന്ന് അറിഞ്ഞില്ല. കീഴ്പയ്യൂർക്ക് ഇനി പോയിട്ട് എന്താ താൻ പറയണേ? കാളൂർ മനയിൽ ഇനി ആരെങ്കിലും ബാക്കി ഉണ്ടാവുമോ? ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന് ഒരു മകൻ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട്. അയാളൊക്കെ എവിടെയാ, എങ്ങനെയാ?
ജീവനോടുണ്ടെന്ന് എന്നെ ആർക്കാ നിശ്ചയം? മരിച്ചിട്ടില്ല. ചെയ്യാത്ത തെറ്റ്. അത് ഉപാസനാമൂർത്തിയായ ദേവിയുടെ തിരുവാഭരണം മോഷ്ടിച്ചുവെന്ന് ചുറ്റും നിന്ന് ആരോ പറഞ്ഞപ്പോൾ ശീവേലിക്കല്ലിൽ തലതല്ലി മരിച്ച ബ്രഹ്മദത്തൻ തിരുമേനിയുടെ മകൻ. അച്ഛന് പുറകെ അമ്മയും പോയപ്പോൾ അനാഥമായ ജന്മം. തിരിച്ചു വന്നത് കണക്ക് തീർക്കാനോ ശത്രു നിഗ്രഹത്തിനോ ആയിരുന്നില്ല. ഈ കോവിലകവും ക്ഷേത്രവും കുട്ടിക്കാലത്തെ ഓർമ്മകളുമുള്ള ഈ മണ്ണിൽ ഒരു വെറു സന്ദർശനം. അതിനാണ് വന്നത്. ആരെയും ഒന്നും അറിയിക്കാതെ തിരിച്ചു പോകണമെന്നും കരുതിയിരുന്നു. ഉണ്ണി ഉണ്ണി 18 വയസ്സ് വരെ ബ്രാഹ്മണ്യത്തിന്റെ ശുദ്ധിയും മുറയും തെറ്റാതെ ജീവിച്ചു. ആവണപ്പലകയിൽ ഇരുത്തി അച്ഛൻ ചൊല്ലിത്തന്ന മന്ത്രങ്ങൾ മറന്നിട്ടുമില്ല. ഉപനയന നാളിൽ ദേഹത്തിന് കുറുകെ ധരിച്ച ചിഹ്നം ദിരിയാഗഞ്ചിലെ ഒരു ചായക്കടയിൽ ജോലിക്ക് തടസ്സമാകുമെന്ന് വന്നപ്പോൾ പൊട്ടിച്ചു. 2 തുള്ളി കണ്ണീരും ചേർത്ത് പിന്നീടന്നോ യമുനയിലാണ് എറിഞ്ഞത്. ശാസ്ത്രവും ആചാരവും അനുവദിക്കുമെങ്കിൽ മതി മതി. ബ്രഹ്മദത്തന്റെ മകൻ തന്നെയാണ് ആ കർമ്മം ചെയ്യേണ്ടത്. തന്നെ ആദ്യം കണ്ടപ്പോഴേ മനസ്സിൽ തോന്നിയത് തെറ്റായിരുന്നില്ല. ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും അറിയാം ഈ മുഖം. നാളെ പൂണൽ ധരിക്കാം ഒരിക്കൽ കൂടി. അത് ശരീരത്തിന് കുറുകെയല്ല, മനസ്സിന് കുറുകെ. हिरण्यवक्षा जगतो निवेशनी वैश्वानरं बिभ्रति भूमिरग्नि നന്ദൻ, നീ എന്താ ഈ കാണിക്കുന്നത്? എല്ലാം നിർത്ത്. നമുക്ക് പിരിയാം. ഫ്രണ്ട്ഷിപ്പ് എന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. പക്ഷെ എന്നെ ഭരിക്കുന്ന സുഹൃത്ത് എനിക്ക് വേണ്ട. നിനക്ക് പോവാം. നന്ദൻ, ഞാൻ പറയുന്നത് നിനക്ക് ഇറങ്ങാവുന്ന. നിനക്ക് എന്റെ പണം വേണം. അതുകൊണ്ട് കോവിലവും വാങ്ങാം, തമ്പുരാൻ ചമയാം. ഒന്നും വിരോധമില്ല. നന്ദൻ, നീ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പോകരുത്. നിന്റെ പണം കൊണ്ട് വാങ്ങിച്ചതെല്ലാം നിന്റേതാണ്. എനിക്കൊന്നും വേണ്ട. ഇന്ന് രാത്രി കൂടെ കഴിയുമ്പോൾ ഞാൻ ഏറ്റെടുത്ത ഒരു കമ്മിറ്റ്മെന്റ് തീരും. ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വേദന. എന്റെ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടുന്ന രാത്രിയാണ്. നീ നിമിഷം ഇവിടെ ഇറങ്ങണം. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കണ്ടു. അവന്മാരെന്നെ ശരിക്കും പറഞ്ഞു. നീയാണ് കാരണം. നിന്റെ അവന്മാര് തെറ്റ് ചെയ്തു. അത് നീ എന്താ പറയാത്ത? തെറ്റ് ചെയ്ത ശിക്ഷിക്കാൻ നീ ആരാ? അവരെന്റെ ഫ്രണ്ട്സ്. അപ്പൊ ഞാനാരാ? നന്ദ, നീ എന്ന് ഇതുപോലുള്ള 3rd റേറ്റ് അലവലാദികൾക്ക് വേണ്ടിയാ എന്നോട് വഴക്കിട്ടിട്ടുള്ളത്. എനിക്ക് കേൾക്കണ്ട. ഞാൻ ആവശ്യപ്പെടുന്ന ഈ ഒരു ദിവസം മാത്രമാണ്. ഇല്ല, ഞാൻ പിടിച്ച് പുറത്താക്കുന്ന സിറ്റുവേഷൻ നീ ഉണ്ടാക്കരുത്. തമ്പുരാൻ കളിച്ച് ഷൈൻ ചെയ്ത റൂമിൽ നാറും. ഇവിടെ നിന്റെ ഈ വൃത്തിയായിട്ട് ഇൻഫീരിയർ കോംപ്ലക്സാ സംസാരിക്കുന്നത്. ഞാൻ ഷൈൻ ചെയ്യാൻ കിട്ടിയ വേഷമൊന്നുമല്ല. സാഹചര്യങ്ങൾ എന്നെ കെട്ടിച്ചതാണ്. നിന്റെ ഫ്രണ്ട്സ് ആ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയാൽ എനിക്ക് രസിക്കില്ല. കാരണം അവൾ എന്റെ ഭാര്യയാകാൻ പോകുന്നവളാണ്. നീ കാര്യങ്ങൾ മനസ്സിലാക്കുക. 16 വർഷങ്ങളായി ഈ ഗ്രാമം കാത്തിരിക്കുന്ന ദിവസമാണെന്ന്. ഈ ഉത്സവം അത് നടക്കണമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കണം. ഈ ഒരു രാത്രി നന്ദൻ. നാളെ രാത്രി ഞാൻ പൊയ്ക്കണം. പറഞ്ഞ തലയ്ക്കകത്ത് കയറി പിന്നെ കള്ള് വയറു നിറയെ കള്ള്. വാ ഇവിടെ. ഇന്നിവിടെ അടങ്ങിക്കിടക്ക്. എല്ലാം അവസാനിപ്പിച്ച് പടി ഇറങ്ങും മുമ്പ് ഞാൻ വരാം.